അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡ് മഹാകവി അവസാനിപ്പിച്ചത് കത് ജാഹിലും കൗമുകളൊത്ത് ഹൈമ താനത്തിൽ പാർത്ത്, അങ്ങനെ ബദർ എന്നാൽ എന്ത് എന്നും എവിടെയാണ് ബദർ എന്നൊക്കെ വിശദീകരിച്ചതിൻ്റെ ശേഷം ആ വിവരദോഷിയായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അവിടെ പോയി താമസിച്ച് അവിടെ പാർക്കാൻ അവിടെ താമസം ആരംഭിച്ചു എന്നാണ് മഹാകവി പറഞ്ഞത്. തുടർന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തിൻ്റെയും ചരിത്രത്തിലേക്കാണ് മഹാകവി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ദഫ്രാനിലാണ് ഇപ്പോൾ താമസമുള്ളത്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ആ ചരിത്ര യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ മഹാകവി കൊണ്ടുപോകുന്നത്. പാർത്തേ കഥായേനും റാവി മൊഴി കേഫിൻ ഫളുലറ്റൽ നബിയും സഹാബറെല്ലാം പവനം ദഫ്രാനത്തലത്തിൽ എത്തി പാർപ്പതിനാൽ നായൻ അരുളാലെ ജിബിരിൽ ഷിന്ത് ബന്ത് തിരുനബിക്കിറയൻ സലാം ഒളിന്ത് കരമറ്റ് നബി ചൊടിയേകലെന്ത് അമരരുളായത്തോതെ ഏർത്തുമ്പ ഇറയോ അല്ലാന ഫിറയോ ഏതാകും ഉമയ്ക്കിപ്പോൾ വേണ്ടും മെണ്ടും ഹിദത്തായിഫത്തൈനി ഉങ്ങൾക്കല്ലാഹ് ഏകി വഅദ ചെയ്താനുണ്ടും. പാർത്തേ കഥ, അവിടെ താമസിച്ചതായ കഥ, എനും റാവി മൊഴി കേൾപ്പിൻ, മഹാനായ കഥാകൃത്ത് പറയുന്നത് നിങ്ങൾ കേൾപ്പിൻ, മൊഴി കേൾക്കുക. ഫളുലാറ്റൽ നബിയും സഹാബാക്കളും, ഏറ്റവും ഫളുലായ ശ്രേഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബവരെല്ലാം ഫവനം ദഫ്രാനത്തലത്തിൽ, പാവനമായ പരിശുദ്ധമായ സുന്ദരമായ ദഫ്രാന് ആ സ്ഥലത്തെത്തി പാർപ്പതിനാൽ അവിടെ താമസിച്ചു കൊണ്ടിരിക്കെ നായൻ അരുളാൽ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അരുളാല ജിബിരിൽ ഷിന്ത് ബന്ത് തിരുനബിക്കിറയൻ സലാം ഒളിന്ത് കരമറ്റ് നബി ചൊടിയേകലെന്ത് അമരരുളായത്തോദേ. അരുളാല ജിബിരിൽ ഷിന്ത് ബന്ത്, അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി മഹാനരാകുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന്, ഇഷിന്ത് വന്ന് എന്ന് വെച്ചാൽ ഇറങ്ങി വന്ന് തിരുനബിക്കിറയൻ സലാം ഒളിന്ത്, അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് അള്ളാഹുവിൻ്റെ സലാം പറഞ്ഞു. കരമേറ്റ് നബി ചോടി ഏകലെന്ത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കരമേറ്റ് കൈപിടിച്ചുകൊണ്ട് നബി ചോദിച്ചു, ഏകലെന്ത്, അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ് ഉള്ളത്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം അമരർ അരുൾ ആയത്തോദൈ, അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ ആയത്തോതി കേൾപ്പിച്ചു പരിശുദ്ധ ഖുർആനിൽ നിന്ന്. എന്താണ്? യദത്തായിഫത്തൈന്, നിങ്ങൾക്ക് രണ്ടാലൊരു തായിഫത്തിനൊരു വിഭാഗം നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഏർത്തും ബഈറയോ, അബൂ സുഫിയാൻ്റെ ഒട്ടകവും സംഘവും ആണോ നിങ്ങൾക്ക്? അതല്ലെങ്കിൽ നഫീറയോ, ഏതാകും ഉമ്മയ്ക്കിപ്പോൾ എണ്ടും, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന്. യഹ്ദത്തായിഫത്തൈന്, ഉങ്ങൾക്ക് രണ്ടാലൊരു വിഭാഗത്തിന്, ഒരു കൗമിനെ നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഏകി വഅദ ചെയ്താൻ എണ്ടാം. എണ്ടുമ്പർ മൊഴിന്തുടൻ മാകമേറി കെണ്ടറൻ നബി സഹബാഗ പേരിൽ പണ്ടൻ തന്നെ അമർ വഴി പോലെ കൂറി എംബി മുഷാവറത്താലേ. രണ്ടാലൊരു തായിഫത്തൈന് നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്ത് എണ്ടുമ്പർ മൊഴിന്തുടൻ മാകമേറി എന്ന്, ഉംബർ ആ മലക്ക് മൊഴിന്ത ഉടനെ അള്ളാഹുവിൻ്റെ വാനലോകത്തേക്ക് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് കയറി ആ മലാക അപ്രത്യക്ഷമായി. കെണ്ടന നബി സഹാബ പേരിൽ അന്നേരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സഹാബാക്കളോടും അതേ സമയത്ത് തന്നെ പണ്ടൻ തൻ അമർ വഴി പോലെ കൂറി, അള്ളാഹുവിൻ്റെ കൽപ്പന ഉള്ളത് ഇങ്ങനെയാണ് എന്ന വിശദീകരണം ആ സഹാബാക്കളോടെല്ലാം പറഞ്ഞുകൊടുത്ത് എംബി മുഷാവറത്താലെ, അവരോട് മുഷാവറ ചെയ്തു.
കൂർത്തേ നീനവുങ്ങൾക്കെന്താം തിഹാമിയാം കുഫറുകളിൽ തലമൂപ്പന്മാർകളെയോ അല്ല ഗനീമത്ത് മാലോ വേണ്ടും കൂടി നീജം ഓർത്ത് ചൊൽവീൻ. നിങ്ങൾക്ക് എന്താണ് ഊർത്ത് നിലവുങ്ങൾ, നിങ്ങൾ ഗഹനമായി ആലോചിച്ചിട്ട് പറയുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. തിഹാമിയാം കുഫറുകളിൽ തലമൂപ്പന്മാർകളെയോ, മക്കയിലുള്ള സത്യനിഷേധികളായ തലമൂപ്പന്മാരെയാണോ, അവരോട് പൊരുതി വിജയമാണോ, അല്ല ഗനീമത്ത് മാലാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നും കൂടി നിജം ഓർത്ത് ചെൽവീൻ. നിങ്ങളെല്ലാം ഒന്നുകൂടി ആലോചന നടത്തി നിങ്ങളുടെ തീരുമാനം അറിയിക്കുക. ചൊല്ലിനർ സഹബിൽ ചിലർകളപ്പോൾ മുല്ലപ്പും കമൽ ദ ഹബീബ് ഇപ്പോൾ നല്ലതും എളുപ്പം മുതലാമപ്പോൾ ചൊന്നേ മൊഴി കേട്ട് നൈനാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ, ഈ അള്ളാഹുവിൻ്റെ കൽപ്പനയെപ്പറ്റി പറഞ്ഞപ്പോൾ, ചൊല്ലിനാർ സഹാബിൽ ചിലർകളപ്പോൾ, ചില സഹാബാക്കൾ പറഞ്ഞു, ചൊല്ലിനാർ പറഞ്ഞു സഹാബിൽ ചിലർകളപ്പോൾ മുല്ലപ്പൂ കമലിൻ്റെ ഹബീബ് ഇപ്പോൾ, മുല്ലപ്പൂവിൻ്റെ പരിമളം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഹബീബെ ഇപ്പോൾ നല്ലതും എളുപ്പം മുതലാൽ, നമുക്ക് നല്ല ഒരു അധ്വാനമൊന്നുമില്ലാതെ അവരോടൊന്നും പൊരുതാനൊന്നും നിൽക്കാത്ത നമ്മൾ മുതലെടുത്ത് പോകുന്നതല്ലേ നല്ലത് എന്ന് ഒരു സഹാബാത്തിൽ കുറഞ്ഞ ആളുകൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ചൊന്നേ മൊഴി കേട്ട് നൈനാർ, അവർ പറഞ്ഞ മൊഴി കേട്ടപ്പോൾ നൈനാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരാണ്, തങ്ങൾ 6 ഭാഗത്ത് നിന്നും കാഴ്ചശക്തിയുള്ള ആള് എന്നും അതിൻ്റെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഓർത്ത് തിരുമതി ബട്ട മുഖം താറി ഓതിടൈ സഹബാരിൽ സാനിമറ. ഓർത്ത് തിരുമതി ബട്ട മുഖം താറി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശപൂരിതമായ ആ മുഖത്ത്, ഈ തങ്ങളുടെ ആ മുഖത്തിനൊരൽപ്പം മങ്ങലേറ്റു. ഓതിടൈ സഹബാരിൽ സാനിമറ, സഹാബാക്കളിൽ 2ാമത്തെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉങ്കൾ നിനവെന്ന ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ വിചാരിക്കുന്നത്, നമ്മിൽ ഉളരി ബന്ധാൻ അബൂജാഹിൽ, അബുജാഹിൽ നമ്മളോട് ഉളരി വന്നിരിക്കുന്നു, മുന്നിട്ട് വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ജാഹിൽ താൻ ഖുറൈശി തലവന്മാരെ ആകെയും ഒരുമിച്ച് കൂട്ടിപ്പോരെ, ഖുറൈശി നേതാക്കളെ എല്ലാവരെയും ഒരുമിച്ച് വന്നിരിക്കുന്നത് നമ്മളോട് പടപൊരുതി ജയിക്കാൻ വേണ്ടിയാണ്. ജേഹത്തിൽ കലകിപ്പാൻ തന്നെ ബാരേ, ജേഹത്തിൽ കലകിപ്പാൻ തന്നെ ബാരേ, അതായത് വിജയം ഉറപ്പിച്ചുകൊണ്ട്, ജയത്തിൽ കലകിപ്പാൻ തന്നെ ബാരെ, പൊരുതി അവർ വിജയിക്കുമെന്ന ആ ഉറച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. മുഹമ്മദിനെ നമുക്കറിയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും കൊല ചെയ്യാതെ ഞാൻ മക്കയിലേക്ക് മടങ്ങുകയില്ല എന്ന് ശപഥം ചെയ്ത് വന്നിരിക്കുകയാണ്. ഒത്തതിനാൽ ഒത്തുരവീൻ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു കൂടി ആലോചന ചെയ്ത് എന്താക്കുക, നിങ്ങൾ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞ ആ 2ാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉണർത്തലും കേൾപ്പിച്ചുകൊണ്ടാണ് മഹാകവി ഈ ഇശൽ അവസാനിപ്പിക്കുന്നത്. അടുത്ത ഇശൽ എന്താണ് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം.